ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനമായി നടക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു എലക്ഷൻ എന്ന് പറയുന്നത്, അതായത് ജനങ്ങളുടെ വോട്ടിംഗ് റൈറ്റ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, എന്നാൽ ഇവരെ സെലക്ട് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈം മിനിസ്റ്റർ ആണ്, രണ്ടാമത്തെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, മൂന്നാമത്തത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന 3 പേരാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ 3 പേരിൽ ഒരാളെ, അതായത് മെയിൻ ആയിട്ട് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററെ മാറ്റണം എന്നുള്ള ഒരു കാര്യം? ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പുതിയൊരു പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ മഹാരാഷ്ട്ര ഇലക്ഷനും ഡൽഹി ഇലക്ഷനിലും നടന്നിട്ടുള്ള കുറച്ച് കൃത്രിമങ്ങൾ അദ്ദേഹം വിത്ത് പ്രൂഫ് ഇപ്പോൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം മഹാരാഷ്ട്ര ഇലക്ഷൻ നോക്കാം. മഹാരാഷ്ട്ര ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 2019 നടന്ന സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ മുതൽ 2024 നടന്നിട്ടുള്ള ലോക്സഭ ഇലക്ഷൻ വരെ ഏകദേശം 32 ലക്ഷം പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 നടന്നിട്ടുള്ള ലോക്സഭ ഇലക്ഷന്റെ തൊട്ടു മുൻപ്, അതായത് 5 മാസം മുമ്പ് ഏകദേശം 39 ലക്ഷം പുതിയ വോട്ടേഴ്സിനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 32 ലക്ഷം കൂടാതെ വേറൊരു 39 ലക്ഷം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ വോട്ടേഴ്സിന്റെ അഡ്രസ് ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് അഡ്രസ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഏകദേശം 7000 പേരുടെ അഡ്രസ് ഒരു സിംഗിൾ ബിൽഡിംഗിലെ അഡ്രസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ 7000 പേരും വന്നിട്ടുള്ളത് ഒരു സിംഗിൾ ബിൽഡിംഗിൽ നിന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞെട്ടിപ്പിക്കുന്ന വേറൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കോർഡ്സ് ഡാറ്റാസ് പ്രകാരം ആ ഒരു സ്റ്റേറ്റിൽ, അതായത് മഹാരാഷ്ട്ര എന്നൊരു സ്റ്റേറ്റിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 9.54 കോടി ആൾക്കാരാണ്. എന്നാൽ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ 9.7 കോടി പേര് എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയൊരു മിസ്മാച്ചിങ് അവിടെ നടന്നിട്ടുണ്ട്. മറ്റു ഡാറ്റാസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഇലക്ഷന്റെ സമയത്ത് നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇലക്ടോറൽ ബോഡിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വോട്ടേഴ്സിന്റെ ലിസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം, എന്നാൽ എത്രയാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കണക്ക് പറഞ്ഞിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പാർലമെന്റിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ റെസ്പോണ്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ എങ്ങനെയായിരുന്നാലും ശരി അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിനുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ഇലക്ഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫെയർ ആയിട്ട് നടക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ആ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അലിഗേഷൻസ് അല്ല അതങ്ങ് പറഞ്ഞു നടന്നോട്ടെ എന്നുള്ള ഒരു മട്ടിലല്ല ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും നിൽക്കേണ്ടത്. ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല എല്ലാ കമ്മീഷൻസും എല്ലാ ബോഡീസും ഗവൺമെന്റ് ബോഡീസിന്റെ പേരിൽ ഒരു അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് മറ്റു ഓപ്പോസിഷൻ പാർട്ടി വെറുതെ പറഞ്ഞ് നടക്കുന്ന എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ അലിഗേഷൻസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്കറിയാം ഇലക്ഷൻ മെഷീനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കാറുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 50ഓളം ടെക്ക് വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻസ് കൊണ്ടാ ഇപ്പം ഹാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ നിന്നിട്ടില്ല. എന്തുകൊണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് അത്രയും വിശ്വാസം ആ മെഷീനോട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യുകയാണ് ആ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ മാത്രമേ ഈ അലിഗേഷൻസ് തെറ്റാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇരുന്ന് അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യിക്കണം. ഇൻ പബ്ലിക് മീഡിയന്റെ പ്രസൻസിൽ ആ ഒരു കാര്യം, പബ്ലിക്കിന്റെ പ്രസൻസിൽ ആ ഒരു കാര്യം ചെയ്ത് പ്രൂവ് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു അലിഗേഷൻസുമായിട്ട് ആരും വരില്ല. എന്നാൽ അതല്ല ഇവിടുത്തെ ബോഡീസ്, ഗവൺമെന്റ് ബോഡീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പോസിഷൻ ലീഡേഴ്സ് പറഞ്ഞു നടക്കുന്നതാണ്, അത് പറഞ്ഞു നടക്കട്ടെ എന്നൊരു ഇതിൽ നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഒരു കാരണവശാലും. രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടത്തിയിട്ടുള്ള മാൽ പ്രാക്ടീസസ് പോലെ ഡൽഹി ഇലക്ഷനിലും നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ജുഡീഷ്യൽ എൻക്വയറിയാണ് ഇതിന്റെ വേണ്ടത്. കാരണം എന്ന് പറയുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ എൻക്വയറി ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയല്ല. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ എൻക്വയറിയാണ് വേണ്ടത്. കാരണം എന്ന് പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ബോഡി എന്ന് പറയുന്നത്. കാരണം അവരാണ് ഇലക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ പേരിലുള്ള അലിഗേഷൻ അല്ല. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ
ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി ഈ ഒരു കാര്യം എൻക്വയറി കമ്മീഷൻ ഇട്ട് എൻക്വയറി നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു എത്തിക്കണം. ഇലക്ഷൻ കമ്മീഷനിലുള്ള ഈ ഒരു എലിഗേഷൻസ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യം. കാരണം എന്നാൽ മാത്രമേ ഇന്ത്യയിലെ ഇലക്ഷൻ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണെന്ന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂ. ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഡെമോക്രസി, ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും അതിൽ സെലക്ഷൻ പാനൽ ഉണ്ട്. സെലക്ഷൻ പാനലിൽ 3 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ മാറ്റേണ്ടത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ്. കാരണം പ്രൈം മിനിസ്റ്ററും യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 പേര് തന്നെ, അതായത് 2 പേര് ആ ഒരു ബോഡിയിൽ അവിടെ യൂണിയൻ ഗവൺമെന്റിന്റെ സുപ്രമസി അവിടെ വന്നു. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ അവിടെ നിലനിൽക്കണം. അതുപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനും അവിടെ നിൽക്കണം. പിന്നെ ഉള്ളത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ആ മിനിസ്റ്ററിനെ ചേഞ്ച് ചെയ്യല്ല ചെയ്യേണ്ടത്, അതിന് പകരം വേറെ ഒരാളെ കൊണ്ടുവരണം. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് അല്ലെങ്കിൽ സെലക്ഷൻ പാനലായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you. But this press conference is specifically about Maharashtra, and I'd like to give you some details about what we have found about the Maharashtra elections. And these are, of course, some questions to the Election Commission. Question number 1. In 5 years, between Vidhan Sabha 2019 and Lok Sabha 2024, 32 lakh voters were added on the electoral rolls of Maharashtra. However, in a period of 5 months between Lok Sabha 2024, which these parties won, and Vidhan Sabha 2024, 39 lakh new voters were added in Maharashtra. Now the question is, why are more voters being added in 5 months after the Lok Sabha election than are being added in 5 years prior? Who are these 39 lakh people? To give an idea of what happened here, that is the equivalent of an Indian state. The state of Himachal Pradesh has an equivalent number of voters. That the voting population of Himachal Pradesh was added to the voting list of Maharashtra after Lok Sabha elections. Second point, very interesting point. Why were there more registered voters in Maharashtra than the entire voting population of Maharashtra? According to the government, the population of Maharashtra is 9.54 crores. According to the Election Commission, there are more voters in Maharashtra than there are people in Maharashtra. Now, this is an obvious anomaly, right? Somehow, voters have suddenly been created in Maharashtra. The government itself is saying our population is 9.54 crores.